ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഇന്ന് മെയ് 11 മദേഴ്സ് ഡേ ആണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങും അങ്ങനത്തെ പ്ലാനിങ് ഒക്കെയാണ്. ലഞ്ചും മിനി ഗോൾഫ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്നത്തേത്. പിന്നെ അതിനു മുമ്പ് അമ്മയ്ക്ക് എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. അത്ര വലിയ നിങ്ങളെ കാണിക്കാനും മാത്രമുള്ള ഭയങ്കര സംഭവമായിട്ടുള്ള ഗിഫ്റ്റൊന്നുമല്ല. അമ്മ ഒരിക്കൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു ചെറിയൊരു സാധനം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ വലിയ പരിപാടികളൊന്നുമില്ല. ചെറിയ പരിപാടികളായിട്ട് മദേഴ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വന്നാലോ? ഹലോ മിസ്റ്റർ ഹസ്ബൻഡ്. ഹായ്. ഹാപ്പി മദേഴ്സ് ഡേ. ഈ കിടപ്പ് കിടന്നിട്ടാണോ ഹാപ്പി മദേഴ്സ് ഡേ? ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് മദേഴ്സ് ഡേ ഗിഫ്റ്റ് എവിടെ? രണ്ടുപേരും ഇപ്പൊ താഴെയുണ്ട്. ഓക്കേ. ഹായ് ബേബി. ഹായ് ഹായ് ചക്കരു. ഗുഡ് മോർണിംഗ്. എന്താണ്? സാക്ഷി എണീറ്റ് വരുന്ന ഭാഗമാണ്. ഹായ് ചേച്ചിമ്മ. ഹായ് ചേച്ചിക്കുട്ടി. കഴിക്ക്, ട്രീറ്റ് കഴിക്ക്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ. ഗിഫ്റ്റ് എന്താന്ന് ഗസ് ചെയ്യേ? ഓർമ്മയുണ്ടോ? സാധനം എന്നോട് പറഞ്ഞിരുന്നു. ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു. Dear mom, you are so sweet. I love you to the moon and back. And I feel like you are going to love the plant I made. Okay. Plant oh. ഇതിനകത്ത് സീഡ്സ് ഉണ്ടെന്നാണോ പറഞ്ഞേ? ഇതാ വൈകയുടെ മദേഴ്സ് ഡേ ഗിഫ്റ്റ്. Thank you for helping me grow. Oh, that's so cute. Thank you. നമുക്ക് ഇന്നത് പ്ലാൻ ചെയ്യാട്ടാ. അമ്മ വന്നിട്ട്. Okay. Love you. I used to wear that necklace. Love you. Thanks for the gift. പോയിട്ട് വരട്ടെ. Big breakfast in bed. പിന്നെ നീ എണീറ്റ് വരണം. ബ്രേക്ക്ഫാസ്റ്റിന് ബെഡ് കഴിക്കണമെങ്കിൽ നേരത്തെ. നമ്മള് യൂണിക്കോണിവേഴ്സ് യൂറോപ്യൻ ബേക്കറി ആൻഡ് കഫേയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇനിയും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എത്താനുണ്ട്. പ്രീതി, അഞ്ജു, ലക്സേച്ചി, ആശേച്ചി എല്ലാരും എത്തിയിട്ടുണ്ട്. Oh, thank you. Hello, hello. ഏതാടി? അതെ. ഹാപ്പി മദേഴ്സ് ഡേ. അല്ല ഹലോ. എടാ ഇത് അതിങ്ങോട്ട് ചേർത്താ മതി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു. താങ്ക് യു. ഒരു എൻചാന്റഡ് ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഇത്. കോഫി കണ്ടോ? ചെറിയൊരു എൻചാന്റഡ് ലുക്ക് അതിനും ഉണ്ട്. ദീപം. അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളെ. ഹാപ്പി മദേഴ്സ് ഡേ അമ്മ. ഐ ലവ് യു അമ്മ. Happy Mother's Day. I miss you. ഹാപ്പി മദേഴ്സ് ഡേ. അമ്മ വീട്ടിലുണ്ടെന്ന്. ഈ വീട്ടിൽ ചെന്നിട്ട് കറക്റ്റ് ആയിട്ട് പറയും. വീട്ടിൽ ചെന്നിട്ട് ആന്റി കാണൂടി എന്റെ വ്ലോഗ്. അപ്പം ഹാപ്പി മദേഴ്സ് ഡേ. ആന്റി കാണൂല്ലോ അല്ലേ? അമ്മ കാണും. സ്ഥിരം വ്യൂവറാ. എവിടെ വരുന്നുണ്ടോ.
ഞങ്ങൾ ഇന്ന് 2 കാറിലായിട്ടാണ് 8 പേര് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കാറിൽ 5 പേരും ബൃന്ദയുടെ കാറിൽ 3 പേരുമായിട്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതാ ഈ ഒരു ബേക്കറി പ്ലേസിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞു ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത കറക്കത്തിനുള്ള പരിപാടിയാണ്. വെച്ചിരുന്ന കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. അവിടെ കാണാനും ഭയങ്കര ഏതൊരു സ്ഥലത്ത് ലൂപ്പ് എടുത്ത് ഇതിൽ കൂടെ തിരിച്ചിവിടെ വരും. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ നമ്മൾ മിനി ഗോൾഫ് കളിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. മിനി ഗോൾഫ് അവരൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ആണ് കളിക്കുന്നത്. ഇവിടെ ആശ്രയിച്ചിട്ട് ഫോട്ടോ എടുക്കണു. ഇതിന്റെ ഉള്ളിലാണ് ഇത്. അല്ല, തിരിച്ചിറങ്ങുമ്പോഴയച്ചത് ആണോ? ഓ, ഇതിനകം സൂപ്പർ ആയിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. മഷ്റൂംസ് ഒക്കെ ഉണ്ട്. പല പരിപാടികളാണ് ഇവിടെ, ഒന്നും ചോദിക്കരുത്. മിസ് ചെയ്യുന്നുണ്ടോ? ശരി ശരി, ബാക്കി വിശേഷം. ഇതൊക്കെ എഡിറ്റ് ചെയ്യണടി. ചുമട്ട് തൊഴിലാളി ഇരിക്കുന്നു. ചുമട്ട് തൊഴിലാളി. ഞാൻ ഉപയോഗിച്ചിട്ടില്ലേ സാധനം. ഞാൻ എപ്പോഴും മേടിക്കുന്ന പെർഫ്യൂം ആണല്ലോ. എന്റെയിലും ഉണ്ട്. ഞാനതായി പഠിച്ചത്. ഇതൊക്കെ പെർഫ്യൂമിന്റെ സ്റ്റോറാണ്. ഓരോ ബ്രാൻഡിന്റെ സ്റ്റേഷൻസ് ആണ്. അച്ചടാ, കൊറേ നേരമായി കയ്യിൽ നിറച്ച്. എല്ലാരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്നൊന്നും വാങ്ങിയില്ലാന്നേ ഉള്ളൂ. എനിക്കുള്ള മദേഴ്സ് ഡേ ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്തുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വൈകിക്ക് ടോപ്പ് വാങ്ങി. അത് ഞാൻ ഇടും എന്തായാലും. എല്ലാരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചാക്ക് പിടിക്ക്. നമ്മള് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക. നമ്മള് വെൽവെറ്റ് ആക്കോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റില്. അപ്പം എല്ലാരും ഓർഡർ ചെയ്ത് എത്തിയിട്ടില്ല. റീഫില്ലുണ്ട്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങോട്ട് നമ്മൾ ഓർത്തു നടക്കാമെന്ന് വിചാരിച്ചൊരു 5 minutes വോക്കേ ഉള്ളൂ. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് പാർക്കിംഗ് ഗരാജിലൊക്കെ പാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം.
ഭയങ്കര ലൈനാട്ടോ ഈ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് വരെ ലൈനാണ്. പോണ്ട. ബൈ ബൈ ബൈ. See you. അയ്യോ, ഹാപ്പി മദേഴ്സ് ഡേ. പറയടാ പറ. ബൈ ബൈ. ഹാപ്പി മദേഴ്സ് ഡേ. ആ പറയാം. മദേഴ്സ് ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് എല്ലാവരും എൻ്റെ ഇവിടെ വീട്ടിലേക്കായിരുന്നു വന്നത്. ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ അവരുടെ കാറുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് എൻ്റെ കാറിലാണ് പോയത്. അപ്പോൾ ഇതാ തിരിച്ച് എല്ലാവരും എത്തി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ കാറുകളിൽ തിരിച്ചു പോകുന്നു. അങ്ങനെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം. അഞ്ച് പോയി, പ്രീതി പോണു. അതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. മദേഴ്സ് ഡേയുടെ ഇനിയിപ്പോൾ ഞാനും അമ്മയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ വീക്ക് ഡേ എപ്പോഴെങ്കിലുമേ പറ്റുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുന്നതായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടം. അപ്പം ഞാനും അമ്മയും കൂടി പോവാമെന്ന് വിചാരിച്ചിരിക്കുക. ചക്രമണി അമ്മയുടെ പൊന്നും കൂടൂ. ഇത് കണ്ടോ, വൈകി അമ്മയുടെ കാലൊക്കെ മസാജ് ചെയ്ത് തരുന്നേ. അമ്മ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കിടന്നപ്പോൾ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വൈക അമ്മയുടെ കാല് മസാജറൊക്കെ വെച്ച് മസാജ് ചെയ്ത് തരാം അല്ലേ വൈക? കഴിഞ്ഞ ദിവസം നമ്മൾ മദേഴ്സ് ഡേക്ക് ലഞ്ചൊക്കെ പോയി കഴിച്ചല്ലോ. അന്ന് അമ്മ വീട്ടിലായിരുന്നു, അമ്മ ഞങ്ങളുടെ ഒപ്പം വന്നില്ല. അപ്പം ഇന്ന് ഞങ്ങൾ ഞാനും അമ്മയും സാക്ഷിയും കൂടെ ഒരു ലഞ്ചെന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. കാരണം ഇപ്പം ഇവിടെ രാവിലെ 11 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അതാണ് ഇന്നത്തെ പരിപാടികളെ. നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്, സംഘം. ഇതിനു മുമ്പ് ഞങ്ങൾ ലാസ്റ്റ് വന്നത് ഓണത്തിന് അബ്ബ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അന്ന് ഭയങ്കര തിരക്കായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയി കഴിച്ചത്. ഇന്നിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല സമാധാനമായിട്ട് പോയി കഴിച്ചിട്ട് വരാൻ പറ്റും. അമ്മ എന്താ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞേ? ഞാൻ പൊറോട്ട, തന്തൂരി ചിക്കൻ, പിന്നെ കുടിക്കാൻ പൈനാപ്പിൾ ജ്യൂസ്. മൊഹിറ്റോ ആണ് ഓർഡർ ചെയ്തത്, ജ്യൂസല്ല മൊഹിറ്റോ. അതൊക്കെയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഫുഡൊക്കെ നല്ല കനത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കഴിക്കുമോയെന്ന് പോലും അറിയില്ല. കുറേ ഓർഡർ ചെയ്തു. പൊറോട്ട ഓർഡർ ചെയ്തു, ഗീ മിനി ഇഡലി ഓർഡർ ചെയ്തു, പിന്നെ വട ഓർഡർ ചെയ്തു, മഷ്റൂം 65 ഓർഡർ ചെയ്തു, അമ്മ പൊറോട്ടയും തന്തൂരി ചിക്കനും ഓർഡർ ചെയ്തു, പിന്നെ ഡ്രിങ്ക്സ് നമ്മൾ മൊഹിറ്റോസ് ഓർഡർ ചെയ്തു. ഇത്രയും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല അല്ലേ? ബാക്കി നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ബാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇട്ട് വന്നിട്ടുണ്ട് ഗീ മിനി ഇഡലിയും വടയും. മിൻറ്റ് ചട്നി. എങ്ങനെയുണ്ടമ്മേ വട? നല്ല വടയാണ്, സൂപ്പർ അല്ല. മഷ്റൂം 65 അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അവർ ഒരു മിൻറ്റ് ചട്നിയാണ് തന്നേക്കുന്നത്. നല്ലതാണോ? ഇതാ നമ്മുടെ മൊഹിറ്റോ എത്തിയിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തതാ മിൻറ്റ് മൊഹിറ്റോ, പൈനാപ്പിൾ മൊഹിറ്റോ. ഇതാ മഷ്റൂം അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി തോന്നുന്നു. ഇഷ്ടപ്പെട്ടു.
ദാർജിലിംഗ് തന്തൂരി ചിക്കൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ട എന്നോട് ഓർഡർ ചെയ്തത്, അതും വന്നിട്ടുണ്ട്. സംഘത്തിലെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ ഫുഡ്? ഇന്നത്തെ ദിവസം ഇനി ഒന്നും വേണ്ടത്. അത്രയ്ക്ക് ഭക്ഷണം കഴിച്ചു ഞങ്ങള്. എല്ലാം ഇഷ്ടമായി, എല്ലാം നല്ല ഫുഡായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, നമ്മൾ പാക്ക് ചെയ്ത് എടുത്തു. ഇനിയിപ്പം എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിൽ പോയി കിടക്കാം എന്നമ്മ പറയുന്നത്. ഞാൻ വന്ന പിന്നെ ആദ്യമായിട്ടല്ലേ ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ വന്നു. ആണോ? അല്ലേ? അതെ, ആയിരിക്കും. ഇന്ത്യൻ റെസ്റ്റോറന്റ് ആദ്യമായിരിക്കും. നമ്മൾ അന്ന് അവിടെ ഹൂസ്റ്റണിൽ പോയപ്പോ അവിടെ ഒരു കയറി. ആ ശരിയാ, അത് പക്ഷെ കൊള്ളില്ലായിരുന്നു. അതുപോലെ ഇത് ഇത് കുറച്ചുകൂടെ നല്ലതല്ലേ? നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴേ ഒരു ഇന്ത്യൻ ഹോട്ടലിൽ കയറുന്ന സ്മെല്ലായി. സ്മെല്ലും ഫീലും ഒക്കെ എങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അതാ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ രണ്ടുപേരൂടെ ഡിസ്കസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് തീരുമാനിച്ചു. അപ്പം കുഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉറക്കമായിരുന്നു. തിരിച്ച് ഇനിയിപ്പോൾ പോകുന്ന സമയം, ഇപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റു. ഇനിയിപ്പം അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി അനങ്ങിക്കൊണ്ടിരുന്നാൽ ഉറങ്ങും. അപ്പോൾ അടുത്ത ഒരു അരമണിക്കൂർ അവൾ ഉറങ്ങിക്കോളുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ മദേഴ്സ് ഡേ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.